അങ്ങനെ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീട്ടിലെത്തി ഗൈസ്. നീലേശ്വരം, കാസർഗോഡ്. അപ്പം രാവിലെ തന്നെ ഞാൻ ഉറങ്ങി എണീറ്റ് നേരെ വിട്ടത് വേറെ എവിടത്തേക്കല്ല, നമ്മുടെ സൈഡിൽ അമ്മമ്മേൻ്റെ വീട് മൊത്തം ഇടിച്ച് നിരത്തി നല്ല പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കിയിട്ടുണ്ട് ഗൈസ്. അമ്മമ്മ പുതിയ വീട് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ പഴയ വീട് മൊത്തം പൊളിച്ചടക്കി ഇപ്പം നല്ല വലിയൊരു പ്ലേ ഗ്രൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരാൾ രാവിലെ തന്നെ തലയിൽ തോർത്ത് വിട്ട് ഇതാ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ നേരം വെളുക്കുമ്പം തന്നെ നമ്മുടെ സ്ഥലവും പരിസരവും ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ, കള്ളം കയറിയോ എന്നൊക്കെ നോക്കുന്നതായിരിക്കും. എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും പ്രായമായ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ വീടും ചുറ്റുപാടും ഒന്ന് സേഫല്ലേ. അവരിങ്ങനെ ഇറങ്ങി നടന്ന് മൊത്തം ചുറ്റുപാടൊക്കെ വീക്ഷിച്ച് ഓരോ മാറ്റങ്ങളും അവർ നിരീക്ഷിക്കും. അപ്പോൾ ഇതാ അമ്മമ്മേനെ കണ്ട തലയിൽ തോർത്തെല്ലിട്ട് രാവിലെ തന്നെ ആ മഞ്ഞിന് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാനും കൂടെ കൂടി കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഞാനും വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ലീവുള്ള ദിവസം മാത്രമല്ലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഏതായാലും ശനിയും ഞായറും ഇവിടെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിപ്പം നമ്മുടെ വീടാണ്. ഇത് അമ്മമ്മേൻ്റെ വീടുണ്ടായ സ്ഥലമാണ്. അപ്പോൾ ഇതിപ്പോൾ മൊത്തം പൊളിച്ച് മാറ്റി ഒരു കുഞ്ഞു വീട് സെപ്പറേറ്റ് എടുക്കാനാണ്. അപ്പം ഞാനും അമ്മമ്മയും രാവിലെ എന്തെല്ലോ വിശേഷങ്ങളൊക്കെ പറയാം. പിന്നെ ഞാൻ നേരെ പോയത് അമ്മേൻ്റെ ഗാർഡനിലേക്കാണ്. അപ്പോൾ വെജിറ്റബിൾ ഗാർഡൻ എന്ന് പറയാം, അങ്ങനെ വലിയ ഗാർഡനൊന്നുമല്ല. അപ്പം കുറച്ച് വഴുതിനങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ ഉള്ള ഫ്രഷ് സാധനം അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാബേജും. ക്യാബേജ് ആകുന്നുണ്ടല്ലേ അമ്മ? ഇത് തൈ കൊണ്ടുവന്നിട്ടാണ് നടന്നല്ലേ അല്ലേ? ഞാനും എന്തെല്ലോ നട്ടിട്ടുണ്ട്. വീട്ടിലെത്തിയാൽ പിന്നെ അമ്മമ്മേൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. ഞാൻ എപ്പോഴും അമ്മമ്മേൻ്റെ പുറകെ തന്നെയായിരിക്കും. അപ്പോൾ ഇതാ രാവിലെ തന്നെ നമ്മുടെ വിക്കിരിയന്മാരൊന്നും ഉറങ്ങി എണീറ്റിട്ടില്ല. ഒരു വിക്കിരിയൻ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. സോഫമേൽ കിടന്നിട്ട് നല്ല അടിപൊളിയായിട്ട് M4 കാണുന്നുണ്ട്. രാവിലെ ഊണിലും ഉറക്കിലും മൊത്തം M4 കാണുന്ന ഒരാളാണ് എൻ്റെ മോൻ. അപ്പോൾ ഇതാ ഉറങ്ങി എണീറ്റ പാടെ ഇരുന്ന് M4 കാണുന്നത്. അപ്പോൾ അമ്മയും അച്ഛനും കൂടി അമ്മേൻ്റെ കാല് ഒന്ന് കാണിക്കാൻ പോയിട്ടുണ്ട്, വേദനയാണ്. അപ്പോൾ അമ്മ നല്ല ദോശക്കുള്ള മാവെല്ലാം അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുക്കിംഗ് മൊത്തം എൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, രാവിലെ തന്നെ വേഗം നമുക്ക് അവർ തിരിച്ച് ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് വരുന്നതിലിടക്ക് നമുക്ക് വേഗം തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ തലേദിവസത്തെ കറികളെല്ലാം ഉണ്ടായിനി. പിന്നെ ഏട്ടനും അതുപോലെ തന്നെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് കഴിഞ്ഞ് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ നമ്മുടെ നാടൻ പയറുണ്ടായിരുന്നു, പയർ തോരൻ ഉണ്ടാക്കി. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് പറിച്ച പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് ഞാനൊരു അടിപൊളി സാമ്പാറും കൂടി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നേരിട്ട് ഇങ്ങനെ പോയി ഫ്രഷ് സാധനം പറിച്ച് നമ്മുടെ നമ്മുടെ ഗാർഡനിൽ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു സാമ്പാർ അങ്ങ് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ അടിപൊളി ദോശ, അതുപോലെ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ. അപ്പോൾ കുക്കിംഗ് എല്ലാം വേഗം തന്നെ പടേന്ന് തീർത്തു. അപ്പം ദോശ നെയ്റോസ്റ്റ് പോലെയാണ് എടുത്തിന്, മക്കൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊന്നും അധികം ഉടയാത്ത രീതിയിൽ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് വറുത്തരച്ച് വെക്കുന്ന സാമ്പാറല്ല, നല്ല പൊടിയിൽ. അപ്പോൾ സാമ്പാറും റെഡിയായി. പിന്നെ ഞാനൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. പിന്നെ എൻ്റെ അടുത്ത വീക്ക്നെസ് നെയിൽ പോളിഷ് എടുത്ത്. അമ്മേൻ്റെ കുറേ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം ഞാൻ അടിച്ച് മാറ്റിയിട്ടില്ല. അതെല്ലാം നോക്കി ഏത് കളറാണെന്ന് നോക്കി സെറ്റ് ചെയ്ത് ഒന്ന് ഇടാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അടുത്ത ആൾ ഫോണിന് വേണ്ടി വഴക്കിട്ട് പോയി. ഫോണ് ഞാൻ കൊടുത്തിട്ടില്ല. ദേഷ്യത്തിന് ആൾ മുഖം വീർപ്പിച്ച് പോയി. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് നല്ല ചോറുണ്ട്, സാമ്പാറുണ്ട്, അപ്പോൾ നല്ല പയർ തോരൻ, ചിക്കൻ വരട്ടിയതുണ്ട്, അതുപോലെ തന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പപ്പടം ഉണ്ട്, അച്ചാർ അമ്മേൻ്റെ നാടൻ അച്ചാറുണ്ട്, അപ്പം വെള്ളമുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താങ്ക് യു.